അതിന് നമ്മളിപ്പോ എന്ത് വേണം തപ്പായിച്ച? നിന്റെ കച്ചവടമൊക്കെ ഇപ്പൊ ഒന്ന് വലുതായിരിക്കാണല്ലോ. ചന്തയിൽ പോകാനും സാധനങ്ങൾ വിൽക്കാനും ആളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലേ എന്നെ വേണി വിളിച്ചോ, ഞാനിപ്പോ ഒഴിവാ. എന്നെയും കൊണ്ട് പോടാ. കാര്യമൊക്കെ ശരി, ഞമ്മക്ക് ഈ ഇടക്കിടക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ കയറാൻ കഴിയൂല. ഇങ്ങനെ ഈ കളവും നുണർച്ചിലൊന്നും ഞമ്മക്ക് പിടിക്കൂല. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. ഒരേ ചട്ടിയും പാത്രമൊക്കെ പണയം വെച്ചിട്ട് കള്ളു കുടിച്ചോന്നല്ലേ. എന്റെ പിള്ളേർക്ക് കഞ്ഞി കുടിക്കാനും എനിക്കൊരു തുള്ളി കള്ളു കുടിക്കാനുള്ള പണി നീ ഉണ്ടാക്കിത്താ. എന്നിട്ടും ഞാൻ കക്കാൻ പോകാന്ന് അറിഞ്ഞ നിന്റെ കയ്യിൽ ഞാൻ ഒരു കത്തി എടുത്താൽ തരാം. എന്നിട്ട് നീ എന്നെ കുത്തി കൊന്നോ. എന്നിട്ട് വേണം നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോവാൻ അല്ലേ? ഒരു കാര്യം ചെയ്യ്, നമ്മക്ക് സമ്മതാണ്. ഒരു ഉമ്മനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് അടുത്ത പ്രാവശ്യം ചന്തക്ക് പോകുമ്പോ നമ്മളെന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോളാം. കൈനോട്ടം കൈനോട്ടം ഭാഗ്യം അറിയണോ? ഭാഗ്യം. കൈനോട്ടം കൈനോട്ടം ഭാഗ്യം അറിയണോ? ഭാഗ്യം. ബാങ്ക് കൊടുക്കണ മാതിരി പണ്ടാ നടക്കണേ. ആ കൊല പച്ചമുളക്, ആ വെണ്ടക്ക, ആ കൊല ഇങ്ങോട്ട് വരി. കണി കാണാൻ കിട്ടൂല. കൊല വേണം, വേണ്ട. പച്ചമുളക് വേണം, വേണ്ട. വൈദ്യുതി വേണം, കുത്തലടക്കി. ആ കൊല കൊല ആ കൊല. ഭാഗ്യരേഖ തെളിഞ്ഞിട്ടുണ്ട്. പുതിയ വീടും പറമ്പും വാങ്ങാനുള്ള യോഗമുണ്ട്. ഇനി കാശ് തന്നാട്ടെ. നോക്കി കൈനോട്ടം കൈനോട്ടം. ആ തമ്പ്രാൻ ഇങ്ങോട്ട് വന്നോട്ടെ, കൈ നോക്കാം. നമ്മളോ എന്തിനാണ് വന്നാട്ട്? ആ ഇരിക്കിരിക്കെ. കൈ കാണിക്ക്, കാണിക്ക്. ആ നല്ല ഭാഗ്യമുള്ള കൈയാണല്ലോ. നല്ല കാലം വരുന്നല്ലോ. കച്ചവടം ആരംഭിക്കുമല്ലോ. സമയം മാറുന്നല്ലോ. സമയം മാറിയല്ലോ. എഴുന്നേക്ക്. തന്നയച്ച പുലിനവൊക്കെ വിറ്റ്. ഇതാ കാശ്. ഇതെന്താണ് രാമണക്കണ്ണിയോ? എന്റെ മോനാലിനോട് പറയും കുഞ്ഞാലി പറഞ്ഞിട്ട് ചായ നന്നായി തരേ. ഇത് കുടിച്ചില്ല വണ്ടി എടുക്കാൻ കഴിയില്ല, പറമ്പ് പോകാനേ നേരുള്ളൂ കേട്ടോ. ശരി കാശ്. എത്രയാ കാശ്? കാലത്തോട്ട് ഇതുവരെ 3.10 പൈസ. 3 ഉറുപ്പ്യം 10 പൈസയോ? അപ്പൊ ഒരു ചായക്കെന്താണ്ട് 17 ഉറുപ്പ്യോ? ബാക്കിയാള് പുട്ടുമ്പഴം കഴിച്ചതാ. പുട്ടുംപായും കഴിച്ചോ? അത് നിങ്ങൾ പുട്ടുംപായി കഴിച്ചോ? ഈ പുട്ടുംപായി നക്കുമ്പോ നിങ്ങൾക്ക് ഒരു വിവരം പറഞ്ഞൂടെ? കൊഞ്ചാണ്. ആ കണക്കിൽ എഴുതിക്കാളും പറ. നിങ്ങൾക്ക് അവിടെ കണക്കില്ല. എടോ കണക്കില്ലാത്തോണ്ടല്ലോ കണക്കിൽ എഴുതാൻ പറഞ്ഞു. നമുക്ക് ചെല്ലി കണക്കിൽ എഴുതാൻ പറയും.
പൈസ നമ്മളിപ്പോ നിങ്ങളൊക്കെ കുത്തിരിക്കും. കുഞ്ഞാലി 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 ഒരു 5 രൂപയും ചെന്നേ. എന്റെ മോളെ അൽഫോൻസയ്ക്ക് ഷൂസ് മേടിക്കാനാ. ആർക്ക് ആർക്ക്? അൽഫോൻസയ്ക്ക് ഷൂസ് മേടിക്കാൻ. അൽപായുസിനോ? അൽപായുസിനല്ലേ? 2 രൂപ ടയറിന് ചെരുപ്പ് പിടിച്ചു കൊടുക്കും. നമ്മളിപ്പോ വേണ്ട. കുഞ്ഞാലി ടയറെങ്കിൽ ടയറ്, 2 2. ഇങ്ങോട്ട് മാറടോ. എന്നാ വെള്ളച്ചാമിയ നമ്മളെ കൊല്ലപ്പണിക്കലും കൊണ്ടുപോയോ? ഞാൻ കണ്ടില്ല. അല്ല ആരോടൊക്കെ ചോദിച്ചു. കാട്ടിൻ്റെ നമ്മളെ ശരീരത്തിന് ഒരു കേടും പറ്റരുതേ. മമ്പറത്തേക്ക് നമ്മൾ ജാറത്തിനിട ഒരു മുണ്ട് കാർന്നോളാം. അതാണ് ഒന്നും പറ്റരുത് പഠിച്ചവനെ. അவ்வോ ഒരു മനുഷ്യനും കാണുന്നില്ലല്ലോ. അള്ളാനെ ഇത് ബനം കാടാണുള്ളത്. ഒരു ജീവാല്ല. മലയാളി ഇവിടെ എവിടെയാണ് നമ്മളെ കൊല്ലപ്പണിക്കാൻ താമസിക്കുന്ന വീട് അറിയില്ലേ? ഒരു മോളുണ്ട്, പെൺകുട്ടി മല്ലീന്ന് വരെ ചിത്രം പോന്നെ. അതാണ് ഇത് മുണ്ടുണ്ടല്ലോ. അറിയില്ലല്ലേ? പോയിക്കോളി. മുത്തറബേ നിങ്ങള് കഴിച്ചിലാക്കി കാട്ടാണെന്നാന്ന് തോന്നുന്നുണ്ട്. പഞ്ഞി മുണ്ടില്ല. അല്ലോ അല്ലാതെ എന്തൊരു കാട്ടം. ഏത് ജാതിയും എന്റെ തലക്കൊരു കുത്തിച്ചെടി. ഇന്നലെ ആളെ പേടിപ്പിക്കാൻ കറാറെടുത്ത് നടക്കുകയാണ്. മോനെ മോൻ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ഒരാൾ പോണുണ്ട്. 5-6 പേര്. അതാണ് ഇത് മുന്തിയ സാധനമാണല്ലോ. ഇവിടെ പുതുതായിട്ട് വന്നൊരു കൊല്ലപ്പണിക്കല്ലേ, അങ്ങനെ വലുതായിട്ട് വളരെ കത്തറുണ്ട്, ഇങ്ങനെ ഇരുമ്പിന്റെ പണി എടുക്കണേ. മോനെ അയാളെ പേര് ഒന്ന് കാണിച്ചു തരുമോ? ബസ് നിർത്തിയാളെ, എനിക്ക് വേഗം പോണം. ബസ്സോ? എവിടെ? അത് ബസ്സാണ്. പുതിയ ബസ്. മോനെ ബസ് കയറ്റിട്ട് നമ്മളെ കള്ളപ്പണിക്കരെ വീട്ടിൽ വിട്ടിട്ട് മോൻ ബസ് ആയിട്ട് പോയിക്കോ. പൈസ അല്ലേ? കാശാ? ബസ് കയറ്റ എന്നിട്ട് പൈസ തരാം. ഇവിടെ അല്ലേ? അല്ല ഇവിടെ വിട്ടോ. പുതിയ ബസ്സാണ്. ഇവിടെ ഒന്നും നിൽക്കൂ. ദേവാമ്പകരം കടന്നിട്ട് നിൽക്കുള്ളൂ തോന്നുന്നുണ്ട്. അതായത് മെല്ലെ വിടണോ? അതാ വീട്. കാശാ? അത് മറന്നില്ലല്ലേ? എനിക്ക് സാധനമാണ്. എന്നാൽ ഈ സ്വന്തം ബസ് എടുക്കും മോനെ. എങ്ങനെയാണ് ചെന്ന പോയിക്കാം. അതോ കേസ് കൊടുക്കേ കൊണ്ടുപോയിക്കോ. കൊല്ലപ്പണിക്കരെ കുഞ്ഞാലിക്ക, മല്ലി നമ്മൾ വിചാരിച്ച് കൊല്ലപ്പണിക്ക് തന്നെ കൊന്നു. മല്ലി അനക്ക് സുഖാണോ? രാമോന് സുഖാണോ കുഞ്ഞാലിക്ക? നീ ചത്തുപോയിന്ന് വിചാരിച്ച് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക. പാവം പണിക്കൊന്നും പോവാറില്ല. കൊല്ലപ്പണിക്കലോട് പോയി. ചന്തയിലേക്ക് പോയതാ, വന്നിട്ടില്ല. ചന്തയിൽ വെച്ച് നമ്മൾ കണ്ട് വർത്തമാനം പറയാൻ കഴിഞ്ഞില്ല. ആളൊരുപാടുണ്ട്. അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു ഞാൻ കൊറേ പറഞ്ഞു നോക്കി. ഇനി ആ നാട്ടിലേക്കില്ലത്രേ. രാമുനെ കാണാനേ എന്നെ സമ്മതിക്കില്ല. ആ നാട്ടിലുള്ള ആരെയും ഈ പൊറിയ കേട്ടില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. കുഞ്ഞാലി വന്നെന്നറിഞ്ഞ കൊല്ലപ്പണിക്ക് ദേഷ്യപ്പെടുവോ? അറിയിക്കണ്ട കുഞ്ഞാലിക്ക. അച്ഛൻ വരുന്നതിന് മുമ്പ് പോയിക്കോളി. ശരി മല്ലി. രാമുനെ ഞാൻ ചോദിച്ചെന്ന് പറയും. പറയാം. എനിക്ക് രാമുനൊന്ന് കാണണമെന്നുണ്ട്. നമ്മൾ കാണിച്ചു. നീ വിഷമിക്കരുത്. ഒരു ദിവസം രാമുനും കൂട്ടി നമ്മൾ ഇവിടെ വരും. ഓട്ടം മതി.